ഞാൻ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ വസ്തുക്കൾ നമ്മളെങ്ങനെ ബലിയർപ്പിക്കും? ഇതെല്ലാം കുറവുകളുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞു, ഈശോയെ, എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈശോ പറഞ്ഞു, മോളെ, ഒരു കാര്യം ചെയ്യാം. ഈ കാഴ്ച വസ്തുക്കളെല്ലാം എടുത്ത് നീ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക. അമ്മ ബലിപീഠത്തിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. അമ്മ എന്റെ ഹൃദയത്തിലെ മുറിവിൽ ഈ കാഴ്ചവസ്തുക്കളെല്ലാം എടുത്തുവയ്ക്കും. ഇതെല്ലാം എന്റെ അമ്മ എന്റെ ഹൃദയത്തിൽ വയ്ക്കും. ഹൃദയത്തിലെ മുറിവ് നിനക്കു വേണ്ടി ഉണ്ടായതാണ്, നിനക്കിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് നീ എന്നെ ബലിയർപ്പിക്കണം. ഞാൻ നിനക്കു വേണ്ടി കുഞ്ഞാടായി തീരാം, ബലിയായി തീരാം. മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ അബ്രാഹമിന് കാണിച്ചു കൊടുത്ത ദൈവം കുരിശിലുടക്കി കിടക്കുന്ന എന്നെ കാണിച്ചു തരും. അപ്പോൾ നീ എന്നെ ബലിയർപ്പിക്കുക. ബലിവസ്തുക്കളായി എന്നെ എടുത്ത് ബലിപീഠത്തിൽ വച്ചിട്ട് പിതാവായ ദൈവത്തോട്, പിതാവേ, ഈ ബലി സ്വീകരിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഭൂമിയിലേക്ക് നോക്കും. അപ്പോൾ നിന്നെ കാണുകയില്ല, എന്നെയെ കാണുകയുള്ളൂ. ബലിയർപ്പിക്കാൻ എന്നെയാണല്ലോ ഒരുക്കി വച്ചിരിക്കുന്നത്. നീ എന്റെ ഉള്ളിലായതുകൊണ്ട് കാണുകയില്ല. ഞാൻ ഊനമറ്റ കുഞ്ഞാടായതുകൊണ്ട് എന്റെ ബലി സ്വീകരിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. നീ ഓർത്തുകൊള്ളുക, അവിടുന്ന് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം മൂലം അവിടുന്ന് നിനക്ക് ഇത് അനുവദിച്ചതാണെന്ന കാര്യം. അവിടുന്ന് അറിയാതെയൊന്നും സംഭവിച്ചതല്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെ കണ്ണുകൾ അന്ധമായി തീരുകയാണ്. അങ്ങനെ നിന്റെ ബലി സ്വീകരിക്കുകയാണ്. എന്റെ വേദനയോ വിഷമങ്ങളോ ഒന്നും കാണാതെ നിന്റെ ബലി അവിടുന്ന് സ്വീകരിക്കുകയാണ്. അത്രത്തോളമാണ് ദൈവപിതാവ് നിന്നെ സ്നേഹിച്ചത്. എന്നെപ്പോലും ബലിയർപ്പിക്കാൻ മാത്രം നിന്നെ സ്നേഹിച്ചു. എന്റെ പിതാവിനെ പോലും വേദനിപ്പിക്കത്തക്ക വിധത്തിൽ നിന്നുകൊണ്ട് പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ബലിയായി തീരാൻ മാത്രം ഞാനും നിന്നെ സ്നേഹിച്ചു. ഇത് നീ മനസ്സിലാക്കുക. നിന്റെ ഉള്ളിൽ വസിക്കാൻ മാത്രം, സകല അശുദ്ധിയും സകല തിന്മകളും നിറഞ്ഞ നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ മാത്രം പരിശുദ്ധാത്മാവും നിന്നെ സ്നേഹിച്ചുവെന്ന് മനസ്സിലാക്കുക. യാതൊരു അർഹതയും യോഗ്യതയുമില്ലാത്ത ബലി നീ അർപ്പിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് വന്ന് നിന്റെ ബലി സ്വീകരിക്കുകയാണ്, ഇറങ്ങിവന്ന് അഭിഷേകം ചെയ്യുകയാണ്. ഇത്രയധികമായിട്ടാണ് പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹിച്ചതെന്ന് നീ അറിയുക. എന്നെ പിരിഞ്ഞ് ഒരിക്കലും പോകാതെ ലോകാവസാനം വരെ നിന്നോട് കൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുക. എന്റെ അമ്മയുടെ സ്നേഹവും നീ അറിയേണ്ടതാണ്. തന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ മാത്രം നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചു. അപ്പോൾ അമ്മയുടെ സ്നേഹവും നീ ഓർത്തുകൊള്ളണം. ഇത്ര വലിയ സ്നേഹത്തിന്റെ ബലിയാണ് നിനക്കുവേണ്ടി അർപ്പിക്കപ്പെടുന്നത്. അത് വെറുതെ ഒരു ഓർമ്മ മാത്രമല്ല. ഇത്രമാത്രം വലിയ പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ സ്നേഹം കൂടി ചേർത്തുവെച്ച ബലിയ നിനക്കുവേണ്ടി ഈ ഭൂമിയിൽ അർപ്പിക്കുന്നത്. അതിന്റെ വിലയും മഹത്വവുമൊക്കെ നീ മനസ്സിലാക്കണം. വെറുതെ ഓർക്കാൻ വേണ്ടി അപ്പം തിന്നാനും വീഞ്ഞു കുടിക്കാനുമല്ല ഞാൻ പറഞ്ഞത്. സ്നേഹത്തിന്റെ ബലിയിൽ നീ പങ്കാളിയായി തീരുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം നീ മറക്കരുത്. ഇനി കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയമായി. എല്ലാം ഈശോ പറഞ്ഞതുപോലെ തന്നെ. ക്രൂശിത രൂപം ഇറങ്ങിവന്നു. കാഴ്ചവസ്തുക്കളെല്ലാം എടുത്തുവച്ചു. പിന്നീട് പരിശുദ്ധ അമ്മയോടൊപ്പം നിന്ന് ബലിയർപ്പണം തുടരുകയാണ്. കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് തൊട്ടുമുൻപ് ഈശോ പറഞ്ഞു, മോളെ, ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധ ത്രിത്വം എഴുന്നള്ളി വരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ വരുന്നു. കാഴ്ചവസ്തുക്കൾ രൂപാന്തരപ്പെടും. അതുകൊണ്ട് വലിയ ഭയഭക്തി ആദരവോടുകൂടി ആയിരിക്കണം. ഈശോ ഹൃദയമെടുത്തുയർത്തി കൂദാശ വചനം ഉച്ചരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വരും. വചനം മാംസമായി മാറും. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. ഇപ്പോൾ വൈദികൻ വചനം പറയും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വചനം മാംസമായി തീരും. വൈദികന്റെ കരങ്ങളിലെ തിരുവോസ്തി ഈശോയുടെ ഹൃദയമായി, ഈശോയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴാ സംഭവിക്കുന്നതെന്ന് നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഇന്ന സമയത്താണെന്ന് നിനക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഇതുകൂടി നീ മനസ്സിലാക്കിക്കൊള്ളുക. നിന്നോട് ഇന്ന സമയത്താണോ വചനം മാംസമായി തീരുന്നതെന്ന് ചോദിച്ചാൽ നീ ഇങ്ങനെ പറയണം: കൂദാശ വചനം ഉച്ചരിക്കുന്നതിനു മുൻപ് ലോകത്ത് ഒരു സ്ഥലത്തും പരിശുദ്ധ കുർബാനയിൽ ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല. ലോകത്ത് ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ലാൻസിയാനോയിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ, കൂദാശ വചനം ഉച്ചരിച്ചതിനു ശേഷമാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളും. അതുകൊണ്ട് നീ വലിയ ആദരവോടുകൂടി പരിശുദ്ധ ത്രിത്വത്തെ കാത്തിരിക്കുക. ഈ ബലിപീഠത്തിലേക്ക് എഴുന്നള്ളി വന്ന് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്.
വലിയ ആദരവോടുകൂടി, വലിയ ഭക്തിയോടുകൂടി നീ അവിടെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈശോ കൂദാശ വചനം പറയുമ്പോൾ ഈശോയുടെ ഹൃദയം ഉയർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഈശോയുടെ ബലി നടക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നിൽക്കുവാണെന്ന് നീ ചിന്തിക്കരുത്. ഈശോ തന്റെ ഹൃദയമെടുത്തുയർത്തി ഇതെന്റെ ശരീരമാകുന്നുവെന്ന് പറയുമ്പോൾ ഈശോയുടെ ഹൃദയം മാത്രമല്ല, ഈശോ മുഴുവനുമുണ്ടവിടെ. ഈശോയുടെ ശരീരമെടുത്തുയർത്തി ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈശോയുടെ ആ ഹൃദയത്തിനുള്ളിൽ നീയില്ലേ? ആ ഹൃദയത്തിനുള്ളിൽ നിന്നെ എടുത്തു വച്ചിട്ടില്ലേ? അപ്പോൾ നീയും കൂടി ഈശോയുടെ ബലിയിൽ പങ്കാളിയാവുകയാണ്. അപ്പോൾ ഈശോയുടെ കൂടെ നിന്ന് ഈശോയുടെ ബലിയോട് ചേർന്ന് നീ പറയുക, ഇതെന്റെയും ശരീരമാകുന്നു, എന്റെയും ശരീരമാണ്. എന്നെ വേണ്ടാത്തവർക്കു വേണ്ടി, ആർക്കും വേണ്ടാത്തവർക്കു വേണ്ടി, എന്നെ വെറുക്കുന്നവർക്കു വേണ്ടി, എന്റെ ശത്രുക്കൾക്കു വേണ്ടി, ദൈവത്തെ ഒരിക്കലും അറിയാത്തവർക്കു വേണ്ടി, എല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുവാൻ എനിക്ക് മനസ്സാണെന്ന് ഈശോയുടെ കൂടെ നിന്ന് സമ്മതിക്കുകയാണ്. ഇങ്ങനെ ഈശോയ്ക്ക് വാക്കു കൊടുത്തിട്ട് എന്തെങ്കിലും നീ അങ്ങനെ ജീവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നീ ഈശോയെ ചതിക്കുകയല്ലേ ചെയ്തത്. എല്ലാ ദിവസവും നീ പറയും, ഈശോയുടെ കൂടെ ഞാൻ മുറിഞ്ഞുകൊള്ളാം, മറ്റുള്ളവർക്ക് വേണ്ടി മുറിഞ്ഞുകൊള്ളാം എന്നൊക്കെ. പക്ഷെ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നീ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ചെറിയ സഹനം വരുമ്പോൾ പോലും നിനക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഈശോയ്ക്കു വേണ്ടി അത് സ്വീകരിക്കാമെന്ന് നീ വിചാരിക്കുന്നില്ലല്ലോ. ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, ഒന്ന് സ്നേഹിക്കാനായി, ഒന്ന് അംഗീകരിക്കാനായി, എതിർത്തൊന്നും പറയാതിരിക്കാനായി ഒന്നും നിനക്ക് പറ്റുന്നില്ലല്ലോ. ഇനി ഈശോയുടെ രക്തമെടുത്തുയർത്തുമ്പോൾ ഈശോയുടെ എല്ലാ സഹനങ്ങളിലും നീയും പങ്കാളിയാവാമെന്ന് നീ സമ്മതിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയ സഹനം പോലും നീ സ്വീകരിക്കുന്നില്ല. രക്തത്തോടൊപ്പം നീയും രക്തം ചിന്താൻ തയ്യാറാണെന്ന് പറയുമ്പോൾ രക്തം ചിന്തുമ്പോൾ വേദനയെടുക്കില്ലേ? അങ്ങനെ വേദനിക്കാമെന്നും രക്തം ചിന്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാമെന്നുമൊക്കെ നീ സമ്മതിച്ചിട്ട് നീ അങ്ങനെ ആകുന്നില്ലല്ലോ. ഈശോയ്ക്ക് നീ വാക്ക് കൊടുത്തിട്ട് ഇവിടെയും ഈശോയെ ചതിക്കുകയല്ലേ ചെയ്തത്. ഇനി അങ്ങനെ ചെയ്യരുത്. ഈശോയോട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചെറിയ കാര്യമെങ്കിലും ഈശോയ്ക്കു വേണ്ടി എല്ലാ ദിവസവും നിനക്ക് ചെയ്യാൻ പറ്റണം. ഒരു കുഞ്ഞു കാര്യമെങ്കിലും ക്ഷമിക്കാൻ, ഒരു കുഞ്ഞു കാര്യമെങ്കിലും സഹിക്കാൻ, ഒന്ന് അംഗീകരിക്കാൻ നീ ശ്രമിക്കുക. എന്നിട്ട് നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ ആ ബലിക്കൊരു പൂർണ്ണതയുണ്ടായിരിക്കും. ആ ബലി കൂടുതൽ അർത്ഥപൂർണമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നീ ശ്രദ്ധിച്ചു കൊള്ളണം. ഇനി കൂദാശ വചനങ്ങൾ കഴിഞ്ഞു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. ബലിയർപ്പണവും മധ്യസ്ഥ പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. ബലിയർപ്പിക്കാനുള്ള വസ്തുക്കൾ തലേ ദിവസം തന്നെ കൊണ്ടുവരണം. ഒരുക്കി വെച്ച് വീട്ടിൽ നിന്നും കൊണ്ടുവരണം. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കാര്യങ്ങൾ അത് നിനക്ക് എത്രമാത്രം വേണമെങ്കിലും പറയാം. തിരുസഭയ്ക്ക് പല ആവശ്യങ്ങളുണ്ട്. അതിന്റെ കൂടെ നിന്റെ ആവശ്യങ്ങളുമൊക്കെ ചേർത്ത് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുക. പക്ഷേ ബലിയർപ്പിക്കാനുള്ളത് നേരത്തെ കൊണ്ടുവരണം. ഇനി മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനു വേണ്ടി നീ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന് നിന്നെയും നിന്റെ ബലിവസ്തുക്കളെയും അഭിഷേകം ചെയ്യുകയാണ്. ദൗത്യങ്ങൾക്കു വേണ്ടി ഏൽപ്പിക്കുകയാണ്. അഭിഷേകത്തിനു വേണ്ടി ഒരുക്കുകയാണ്. ഈ സമയത്ത് നീ ആദരവോടുകൂടി ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥന ആ സമയത്ത് ആദരവോടുകൂടി ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവെ, നിന്റെ ഫലങ്ങളാൽ എന്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. കാരണം ഫലങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വരങ്ങൾ താനെ ഒഴുകിക്കൊള്ളും. ഇനി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പങ്കുവെച്ചു കൊടുക്കാനുള്ള കൃപ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കുർബാനയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദരവോടുകൂടി തല കുനിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് സർവശക്തിയോടും കൂടി എഴുന്നള്ളി വരുന്നത് പരിശുദ്ധ കുർബാനയിലേക്കാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലേക്കും സർവശക്തിയോടും കൂടി പരിശുദ്ധാത്മാവ് ഇറങ്ങിവരും. ആദിമസഭയിൽ വന്നതുപോലെ തന്നെ. അങ്ങനെ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കുന്നുമില്ല, നീ അറിയുന്നുമില്ല. എപ്പോഴാ കുർബാന തീരുന്നതെന്ന് ഓർത്തായിരിക്കും നീ നിൽക്കുന്നത്. എന്നാൽ ആദരവോടു കൂടി നിന്ന് നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇനി സ്വീകരിക്കുന്നില്ല എങ്കിൽ നിനക്ക് വേണ്ടാത്തതുകൊണ്ട് ഫലരഹിതമായി മടങ്ങിപ്പോവുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പുറപ്പെട്ടാൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ ഫലരഹിതമായി മടങ്ങിപ്പോവുകയില്ലാത്തതുകൊണ്ട് നീ സ്വീകരിക്കാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ ശിരസിന് മുകളിൽ വീണിട്ട് പുറത്തേക്ക് ഒഴുകിപ്പോകും.
അങ്ങനെ ഒഴുകുന്ന പരിശുദ്ധാത്മാവിനെ എവിടെയെങ്കിലും ഇരുന്ന് പരിശുദ്ധാത്മാവേ വരണമേ എന്ന് ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവ് വരുന്നത് നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആണെന്ന് നീ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനു വേണ്ടി തീവ്രമായി പ്രാർത്ഥിച്ച് അവിടുത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥനയുടെ സമയം മുഴുവൻ നിന്റെ ബലിവസ്തുക്കൾ മുഴുവനും ദൈവം സ്വീകരിച്ചു. എല്ലാം മാറി രൂപാന്തരപ്പെട്ടു. ഇനി അത് നീ സ്വീകരിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നന്ദി കൊണ്ട് നിന്റെ ഹൃദയം നിറയണം. പരിശുദ്ധാത്മാവ് വന്ന് എല്ലാ വസ്തുക്കളെയും അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നിന്റെ പങ്ക് നിനക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ നീ ആദ്യമൊന്ന് പങ്കുവെച്ചു കൊടുക്കാൻ തീരുമാനിക്കുക. നിനക്ക് എന്ത് കൊടുക്കാനുണ്ട് ദൈവത്തിന്? ഇങ്ങോട്ട് ചോദിച്ച കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ. അതുപോലെ ഈശോയ്ക്ക് എന്ത് കൊടുക്കാനുണ്ടെന്ന് നീ ചിന്തിക്കുക. കർത്താവെ, 1 മണിക്കൂർ സമയം ഞാൻ പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതത്തിലെ 1 മണിക്കൂർ സമയം നീ മുറിച്ചു കൊടുത്തു. വീണ്ടും നീ പറയുകയാണ്, കർത്താവെ, ഞാൻ 1 മണിക്കൂർ സമയം ശുശ്രൂഷ ചെയ്തു കൊടുക്കാം. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ആരോഗ്യത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുമ്പോൾ 1 മണിക്കൂർ നിന്റെ അധ്വാനം മുറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കർത്താവെ, എന്റെ ദശാംശം കൊടുക്കാം. അധ്വാനത്തിന്റെ ഫലം നീ കർത്താവിന് മുറിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോന്നും നീ മുറിച്ചു കൊടുക്കാമെന്ന് നീ പരിശുദ്ധാത്മാവിന്റെ കൂടെ നിന്ന് തീരുമാനമെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ അവ മറന്നുപോയാലും പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തും. ഏറെക്കാലം നിനക്ക് പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച് ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൂടെ ബലിയർപ്പണ സമയത്ത് തന്നെ തീരുമാനമെടുത്തു കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക. നീ പള്ളിയിൽ നിന്ന് നാണയത്തുട്ടുകൾ വലിച്ചെറിയുന്നതിന്റെ സ്വരം കേൾക്കാൻ എനിക്കിഷ്ടമില്ല. നീ എപ്പോഴും ആ ലോകത്തിലാണ്. നാണയത്തുട്ടുകൾ വലിച്ചെറിയുന്ന നിന്റെ സ്വഭാവം അവസാനിപ്പിക്കുക. കാരണം 6 ദിവസവും നോട്ടുകെട്ടുകൾ വലിച്ചെറിയാനുണ്ട് നിനക്ക്. സ്വർണ്ണക്കടയിലും തുണിക്കടയിലും മാർക്കറ്റിലും എല്ലാ സ്ഥലത്തും. നിനക്ക് എവിടെയെല്ലാം പോകണമോ അവിടെയെല്ലാം കെട്ടിടം പണിയാനും സ്ഥലം മേടിക്കാനുമെല്ലാം നോട്ടുകെട്ടുകൾ 6 ദിവസവും നീ വാരിയെറിഞ്ഞിട്ട് 7-ാം ദിവസം എന്റെ അടുത്ത് വരുമ്പോൾ മാത്രം നാണയത്തൊട്ട് എടുത്തിടും. അപ്പോൾ നിനക്ക് നല്ല നോട്ടുകൾ നിന്റെ കയ്യിൽ തടയുകയില്ല. എന്തുകൊണ്ടാണങ്ങനെ? നിന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. നിന്റെ ബാഗിലുണ്ടോ പെട്ടിയിലുണ്ടോ എവിടെയാണ് നിന്റെ പണം ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നോട് നീ ഇല്ലെന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിലും എനിക്കറിയാം. അതുകൊണ്ട് ആ നാണയത്തൊട്ടുകളുടെ സ്വരമൊന്ന് അവസാനിപ്പിക്കുക. എന്നിട്ട് ദൈവത്തിന് കൊടുക്കാൻ പഠിക്കുക. ദൈവം ഒരിക്കലും നിനക്ക് കടക്കാരനായിരിക്കുകയില്ല. നീ പറയുമായിരിക്കും, പള്ളിക്കെന്തിനാ കാശ്? അല്ലെങ്കിൽ പറയും, അവരെടുക്കും ഇവരെടുക്കുമെന്നൊക്കെ. നീ അച്ഛനും പള്ളിക്കുമൊന്നും കാശ് കൊടുക്കേണ്ട. ദൈവത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക. ദൈവത്തിന് കൊടുത്തത് ദൈവം അതെന്തു ചെയ്തുവെന്ന് അന്വേഷിക്കാനായിട്ട് പോവുകയും വേണ്ട. നീ കൊടുക്കാനുള്ളത് കൊടുക്കുക. നീ കൊടുക്കുന്നത് ദൈവത്തിനാണ്. ദൈവത്തിന്റെ പണത്തിൽ നിന്നും ആരെങ്കിലും എടുത്താൽ അതിന്റെ പലിശയും കൂട്ടുപലിശയും മേടിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് നീ അതിന്റെ കണക്കൊന്നും അന്വേഷിക്കാനായിട്ട് പോകണ്ട. എന്റെ പണത്തിൽ തൊടുന്നവരുടെ തലമുറകളോട് വരെ മേടിക്കാൻ എനിക്കറിയാം. അതുപോലെ തന്നെ എന്റെ മുൻപിലേക്ക് എറിഞ്ഞു തരുന്ന ഒരു ചില്ലിക്കാശിന് പോലും തലമുറകളെ അനുഗ്രഹിക്കാനും എനിക്കറിയാം. ഞാൻ ഒരിക്കലും നിനക്ക് കടക്കാരനായിരിക്കില്ല. നിന്റെ മക്കൾ എല്ലാ ആവശ്യത്തിനും നിന്നോട് പണം ചോദിക്കും. നീ കൊടുക്കുകയും ചെയ്യും. പക്ഷേ സ്തോത്രക്കാഴ്ചയിടാൻ മാത്രം അവർ നിന്നോട് പണം ചോദിക്കില്ല. അതെന്താ? നീ അവരെ അത് പഠിപ്പിച്ചിട്ടില്ലേ? ദൈവത്തിന് കൊടുത്ത് നീ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കറിയില്ല. കുഞ്ഞുങ്ങൾക്കും ഒരു കാര്യമേ അറിയാവുള്ളൂ, ദൈവത്തിന് നാണയം കൊടുക്കണം. അങ്ങനെ ചില്ലിത്തൊട്ടുകൾ ദൈവത്തിന് എറിഞ്ഞുകൊടുത്ത് നീ അവരെ വളർത്തിയാൽ വളരുമ്പോൾ നിനക്കും അവരതേ തരുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് നൽകുക. ദൈവം നിനക്കും തരും. ദൈവം ഒരിക്കലും നിനക്ക് കടക്കാരനായിരിക്കുകയില്ല. പണം തരുമ്പോൾ നീ ഓർക്കുക, അത് നിന്റെ കാശല്ല. നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ട് അതിൽ നിന്നാണ് നീ എനിക്ക് തരുന്നത്. അപ്പോൾ പിന്നെ എന്റെ കയ്യിലേക്ക് തരുമ്പോൾ നിന്റെ കൈ വിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തരാത്തത് നിന്റെ കയ്യിലില്ല. അതിൽ നിന്നാണ് നീ എനിക്ക് തരുന്നത്. അപ്പോൾ അതിൽ വലിയ അഭിമാനമൊന്നും വിചാരിക്കുകയും വേണ്ട. ദൈവസന്നിധിയിൽ ദൈവത്തിന് നൽകുക. ഈ കാര്യം ഓർക്കുക. അതോടൊപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകുമെന്ന് അറിയില്ലേ? അതേക്കുറിച്ച് നീ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വീണ്ടും ഓർക്കണം. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുക. ബലി കഴിഞ്ഞു. ഇനി വിരുന്നാരംഭിക്കാൻ പോവുകയാണ്.
ഈശോ നിന്റെ ഉള്ളിലേക്ക് വരാൻ പോവുകയാണ്. നീ അത് മറന്നു പോയെങ്കിൽ ഈ സമയത്ത് പരിശുദ്ധ അമ്മയോടും എൽസെ പിതാവിനോടും പറയുക, നിന്റെ ഹൃദയത്തിൽ പുൽക്കൂട് പണിത് തരേണ്ട കാര്യം. എന്നിട്ട് നീ ഈശോയെ സ്വീകരിക്കാൻ പോവുക. എല്ലാ പാപങ്ങൾക്കും ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട്, കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ നീ ഒന്നും സംസാരിക്കേണ്ട. കാരണം തലേ ദിവസം മുതൽ സംസാരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഒത്തിരി കാര്യമൊന്നും പറയണ്ട. ഈശോയെ സ്വീകരിക്കാൻ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. നടക്കുമ്പോൾ നീ പറയണം, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ആം ഹിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ, നീ ഇത്രയും നേരം മലയാളമാണല്ലോ പറഞ്ഞത്, പിന്നെ എന്താ നീ ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞത്? ഈശോ പറഞ്ഞു, മോളെ, ലോകത്തുള്ള എന്റെ എല്ലാ മക്കൾക്കും അറിയാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. മക്കളെല്ലാവരും കൂടി എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിനക്കിഷ്ടമുള്ള ഭാഷയിൽ പറഞ്ഞുകൊള്ളുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ദൈവം സ്നേഹമാണെന്ന് നിനക്കറിയത്തില്ലേ? അപ്പോൾ നീ എന്നോട് പറയുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇത്രയും കാലം നീ അങ്ങനെയൊരു കാര്യം ഹൃദയത്തിൽ തട്ടി പറഞ്ഞിട്ടില്ല. വെറുതെ രസത്തിന് ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ അടുത്തുണ്ട് എന്ന് ഹൃദയം കൊണ്ട് ആദ്യമായിട്ടാണ് നീ പറയുന്നത്. ഞാൻ സ്നേഹം തന്നെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് കണ്ണു കാണത്തില്ല. അപ്പോൾ നീ ആരാണെന്ന കാര്യം ഞാൻ മറന്നുപോകും. ആരായി തീരുമെന്നും ഞാൻ ചിന്തിക്കുകയില്ല. സ്നേഹം തന്നെയായ എന്നെ നീ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യമായി സ്നേഹമായി കടന്നുവന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഞാൻ വന്ന് വസിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വം നിന്റെ ഉള്ളിലാണ്. സ്നേഹം തന്നെയായ ഞാൻ സ്നേഹമായി നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നീയും സ്നേഹമായി മാറുകയാണ്. അപ്പോൾ ശിഷ്യൻ ഗുരുവിനെ പോലെയായാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുക. നീ വിചാരിച്ചത് എന്നെപ്പോലെ കുറച്ച് അടയാളവും അത്ഭുതങ്ങളുമൊക്കെ ചെയ്ത് വലിയ ഒരാളായി മാറണമെന്ന് ഞാൻ വിചാരിച്ചുവെന്നാണോ? പക്ഷേ ഞാനതല്ല പറഞ്ഞത്. എന്നെപ്പോലെ സ്നേഹമായി, നന്മയായി, ക്ഷമയായി, കരുണയായി, ത്യാഗമായി, സമർപ്പണമായി എല്ലാമായി നീ മാറണം. അങ്ങനെ നീ എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ ഓർത്തത്. പരിശുദ്ധ ത്രിത്വം നിന്റെ ഉള്ളിൽ വന്ന് വസിച്ചു. വന്ന് പിറക്കുകയാണ് ഈശോ. പരിശുദ്ധ ത്രിത്വമാണ് ഈശോ. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ദൂതന്മാരും സ്വർഗം മുഴുവനും നിന്റെ ഉള്ളിലുണ്ട്. ദൈവരാജ്യം നിന്റെ ഉള്ളിലുണ്ട്. അതിന് പുറമേയൊന്നും തേടി നടക്കേണ്ട. നിന്റെ ഉള്ളിലുള്ള ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ് നീ ജീവിക്കേണ്ടത്. അപ്പോൾ ഈശോ ഹൃദയത്തിൽ പിറന്നുവെന്നുള്ളതിന് ഒരടയാളമേയുള്ളൂ, നക്ഷത്രമുദിക്കുക എന്ന അടയാളം മാത്രം. വേറൊരു അടയാളവും ഈശോ പിറന്നുവെന്നതിന് ഇല്ല. നീ ആരോടെങ്കിലും ചെന്ന് ഈശോ പിറന്നു, യേശു നിങ്ങളെ രക്ഷിക്കും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, ധ്യാനം കൂടണം എന്നൊക്കെ പറയുമ്പോൾ അവൻ നിന്റെ നേരെ സൂക്ഷിച്ചു നോക്കും. എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. മാറ്റത്തിന്റെ ഒരു നക്ഷത്രം നിന്റെ ജീവിതത്തിലുണ്ടോയെന്ന് നോക്കും. ഇന്നലെ വരെ കണ്ടയാള് തന്നെയാണോ എന്നോട് സംസാരിക്കുന്നത്? എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ മാറ്റം വന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റിയാൽ നക്ഷത്രം ഉദിച്ചു. അവർക്ക് നക്ഷത്രം കാണാൻ പറ്റിയാൽ നിനക്കറിയില്ലേ, ദൂതന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും നിന്റെ മുൻപിൽ വന്ന് ദൈവത്തെ കണ്ട് ആരാധിക്കും. ഇടയന്മാർ പോലും വരും. പണക്കാരല്ല, രാജാക്കന്മാർ തന്നെയാണ് വരിക. പാവപ്പെട്ടവർ നിന്നെ കാണുമ്പോൾ ഓടിപ്പോവുകയില്ല. നക്ഷത്രം ഉദിച്ചത് അവർക്ക് കാണാം. അവര് വന്ന് ദൈവത്തെ ആരാധിക്കും. നീ പറയുന്നത് അവര് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. ഇന്നലെ വരെ ജീവിച്ചിട്ട് നീ ഒരു 10,000 കൊല്ലം വചനം പറഞ്ഞാലും ആർക്കും ഒരു മാറ്റവും ഉണ്ടാകില്ല. നക്ഷത്രം ഉദിക്കുന്ന ജീവിതത്തിനു വേണ്ടി ബലിപീഠത്തിനു മുൻപിൽ ബലിയായി തീരാൻ ഒരു ജീവിതം തുടങ്ങുകയാണ്. ഒരു യാത്ര തുടങ്ങുകയാണ്. ബലിയായി തീർന്ന ഒരു യാത്ര തന്നെ വേണം നടത്താൻ. കാരണം ബലിയായി ഈ ജീവിതം തീർന്നില്ലെങ്കിൽ ദൈവക്കുഞ്ഞാടിന്റെ വിരുന്നിന് സ്വർഗത്തിൽ നിനക്ക് പ്രവേശനമില്ല. അപ്പോൾ പിന്നെ ബലി അർപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് ബലിയർപ്പിക്കാൻ തന്നെയാണ്, ബലിയായി തീരാൻ തന്നെയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ പരിശുദ്ധ ത്രിത്വവും സ്വർഗം മുഴുവനും നിന്റെ ഉള്ളിലുണ്ട്. തിരുസഭ മുഴുവൻ നിന്റെ കൂടെയുണ്ട്. ഇനി പോയി ഈശോയ്ക്കു വേണ്ടി ജീവിക്കണ്ട. ഈശോയ്ക്കു വേണ്ടി ജീവിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ അത് നിനക്കു വേണ്ടിയുള്ള ജീവിതമാക്കി മാറ്റും. കുറെ പണം നിന്റെ കയ്യിലേക്കു കിട്ടിക്കഴിഞ്ഞാൽ നിനക്കു വേണ്ടി അതെടുത്ത് ഉപയോഗിക്കും. ഈശോയുടെ കാര്യമൊക്കെ മറന്നുപോകും. സ്ഥാനമാനങ്ങളോ പദവികളോ കിട്ടിക്കഴിഞ്ഞാൽ
അതൊന്നും ഈശോയ്ക്കു വേണ്ടി ഉപയോഗിക്കില്ല. സ്വാർത്ഥ താൽപര്യങ്ങൾക്കു വേണ്ടി നീ അത് ഉപയോഗിക്കും. അത് നിനക്ക് അനുഗ്രഹത്തിന് പകരം ശാപം കിട്ടും. അതുകൊണ്ട് ഈശോയ്ക്കു വേണ്ടി ജീവിക്കണ്ട, ഈശോയുടെ കൂടെ ജീവിക്കുക. കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് പല ആവശ്യങ്ങളും വരും. ആ ആവശ്യമൊക്കെ നിന്നോട് പറയും. അപ്പോൾ അവന് വേണ്ടത് നീ ചെയ്തു കൊടുത്താൽ മതി. ഇങ്ങനെ കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ജീവിതത്തിനു വേണ്ടി ഈശോയെ സ്വീകരിച്ച് ഈശോ നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, നീ ഈശോയ്ക്ക് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിന്റെ കാവൽമാലാഖയാണ് ഏറ്റവും ആദ്യം നിന്റെ മുൻപിൽ വരിക. എന്നിട്ട് നിന്റെ മുൻപിൽ നിന്റെയുള്ളിൽ വന്ന ദൈവത്തെ നിന്റെ കാവൽമാലാഖ ആരാധിക്കും. അതിനുശേഷമേ നിന്റെ കാവൽമാലാഖ അവിടെ നിന്നും പോവുകയുള്ളൂ. എത്രയോ ആദരവോടു കൂടിയാണ് മാലാഖ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടിട്ടാണ് അവൻ പറയുന്നത്. അപ്പോൾ നീ എങ്ങനെയാണ് അവിടെ നിന്നും ദൈവത്തിന് നന്ദി പറയേണ്ടത്? ഇങ്ങനെ നന്ദി പറയണം. വർഷത്തിലൊരിക്കലെങ്കിലും നന്ദിയുടെ ഒരു ബലി നീ എനിക്ക് അർപ്പിക്കാമോ? നിനക്കെന്നും ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും. നിന്റെ പിറന്നാളിന്റെ അന്ന് അല്ലെങ്കിൽ നിന്റെ ഫീസ്റ്റിന്റെ അന്നോ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും നന്ദിയുടെ ഒരു ബലി നീ എനിക്ക് അർപ്പിക്കാമോ? നിനക്കൊത്തിരി കാര്യമുണ്ടാവില്ലേ? ഒരു ദിവസം മതി. ഒരു പരാതിയുമില്ലാതെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുന്നത് കാണാൻ കൊതിയായിട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം. ഈശോ പറഞ്ഞു, ഇനി നീ ബലി തുടരുക. ഈശോയെ സ്വീകരിച്ച് നിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊള്ളൂ. നീ ഇന്ന് എന്തു ചെയ്യാൻ പോകുന്നുവെന്നും അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ നീ ഈശോയോട് പറയണം. നിന്റെ ആഗ്രഹങ്ങളും നിന്റെ പ്രതീക്ഷകളും നിന്റെ ഉള്ളിലുള്ള ആവശ്യങ്ങളുമെല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് ഇഷ്ടമുള്ളപ്പോൾ വിതച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. അത് കഴിഞ്ഞ് ബലിയർപ്പണം അവസാനിക്കാൻ പോവുകയാണ്. എന്ത് സാധനമാ വാങ്ങിച്ചതെന്നറിയാതെ ആ സാധനം കൊണ്ടുപോയാൽ നീ എന്തു ചെയ്യും? വെറുതെ കൊണ്ടുപോയി നശിപ്പിച്ചു കളയും. എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എന്നറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വൈദികൻ പറയും, എന്തു സാധനമാണ് ഇവിടുന്ന് വാങ്ങിച്ചതെന്നും അതുകൊണ്ട് പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും അച്ഛൻ പറഞ്ഞു തരും. അത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇതുവരെ നീ അത് ശ്രദ്ധിച്ചു കേട്ടിട്ടില്ല. കുർബാന സ്വീകരണം കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് ഇന്ന് വരെ നീ ശ്രദ്ധിച്ചു കേട്ടിട്ടില്ല. നീ എന്ത് സാധനമാണ് വാങ്ങിച്ചതെന്നും അത് കൊണ്ടുപോയി എന്താണ് ചെയ്യേണ്ടതെന്നുമൊക്കെ പറയുന്നുണ്ട്. അതറിയില്ലാത്തതുകൊണ്ട് ഇതുവരെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വെറുതെ കൊണ്ടുപോയി കളഞ്ഞു. ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. നന്ദിയുടെ പ്രാർത്ഥനയൊക്കെ കുർബാന പുസ്തകത്തിൽ നോക്കി ചൊല്ലിക്കോ. അതു കഴിഞ്ഞ് അടച്ചു വെച്ചേക്കണം. എന്നിട്ട് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. എല്ലാം സ്വീകരിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട്. അതിനുശേഷം ഈശോ പറഞ്ഞു, വൈദികൻ ബലിപീഠം ചുംബിച്ച് പിൻവാങ്ങുകയാണ്. ഇപ്പോൾ നീ അങ്ങോട്ട് നോക്കുക. ഞാൻ നോക്കി. ഇപ്പോൾ പരിശുദ്ധ അമ്മ വൈദികന്റെ നേരെ തിരിയുകയാണ്. ഇത്രയും സമയം അമ്മ ജനത്തിന്റെ നേരെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നിട്ട് വൈദികൻ ബലിപീഠം ചുംബിച്ചിട്ട് നിവർന്നപ്പോൾ അമ്മ വൈദികനെ ആശീർവദിച്ചു. എന്നിട്ട് വൈദികനെ അനുഗ്രഹിച്ചു. പിന്നെ 2 കരങ്ങളും വൈദികനു നേരെ കൂപ്പി. എന്നിട്ട് കണ്ണീരോടുകൂടി അമ്മ വൈദികനോട് പറയുകയാണ്, എന്റെ മകനെ, ഒത്തിരി നന്ദി, ഒരുപാട് നന്ദി മോനെ. എന്റെ മകനെ എന്നാണ് അമ്മ പറഞ്ഞത്. എന്താണെന്നോ? തന്റെ മകൻ തന്നെയാണ് ബലി അർപ്പിച്ചതെന്ന കാര്യം അമ്മയ്ക്കുറപ്പുണ്ട്. അതുകൊണ്ട് നീ വൈദികന്റെ അളവുകളും കുറവുകളും ഒന്നും അളക്കാൻ പോകണ്ട. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് പോലും അത് അളക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അളക്കാൻ പോകുന്നത്? അതുകൊണ്ട് ആ കാര്യമൊന്നും ഏറ്റെടുക്കണ്ട. അതുകൊണ്ട് നീയും പരിശുദ്ധ അമ്മയോടൊപ്പം നന്ദി പറയുക. വൈദികന് ഒരു നന്ദി പറയുക. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് എന്തുമാത്രം ബലികളാണ് ഒരു വൈദികൻ നിനക്കുവേണ്ടി അർപ്പിച്ചിട്ടുള്ളത്? എന്നെങ്കിലും അതിന്റെ പേരിൽ ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒരു നന്ദി പറയുക. ദൈവമേ, ഇങ്ങനെ ബലിയർപ്പിക്കാൻ ഒരു ജീവിതം ബലിയാക്കി എന്റെ മുൻപിലേക്ക് അയച്ചതിന് നന്ദിയെന്ന് ഒന്ന് പറയുക. അവരോട് നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ദൈവത്തിനോടെങ്കിലും പറയുക. പരിശുദ്ധ അമ്മ പോലും നന്ദി പറയുന്നത് നീ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? നന്ദി പറയുക. ഇനി അമ്മയ്ക്ക് നന്ദിയായിട്ട് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലണം. വൈദികൻ കടന്നുപോയി. വൈദികന്റെ വസ്ത്രത്തിന്റെ തുമ്പുവരെ അൾത്താരയ്ക്കപ്പുറവും പോയി. വൈദികൻ തിരുവസ്ത്രം മാറുന്ന സമയം വരെയും അമ്മ വൈദികനെ മാത്രമേ നോക്കുകയുള്ളൂ. വേറെ ആരെയും ശ്രദ്ധിക്കുകയില്ല. അതിനുശേഷം അമ്മ ജനത്തിന് നേരെ തിരിയുകയാണ്. ഇനി അമ്മ ജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. അമ്മ അനുഗ്രഹിക്കാൻ തിരിഞ്ഞപ്പോഴേക്കും ജനങ്ങൾ വീട്ടിൽ ചെന്നു.
അപ്പോൾ ഈശോ പറഞ്ഞു, ഒരാളെയുള്ളുവെങ്കിലും അമ്മ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന അമ്മയ്ക്കു വേണ്ടി ചൊല്ലുക. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈദികൻ അത് ചൊല്ലുന്നുണ്ട്, ആ കൂട്ടത്തിൽ ചൊല്ലിയാൽ മതിയോ? ബലിയർപ്പണം കഴിയുമ്പോൾ വൈദികൻ തന്നെ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ഈശോ പറഞ്ഞു, അത് അവന്റെ നന്ദിയായി ചൊല്ലുന്നതാണ്. നീ വേറൊരു നന്ദി അമ്മയ്ക്ക് പറഞ്ഞിട്ട് പൊയ്ക്കോ. അങ്ങനെ വീണ്ടും ഒരു എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ ഈശോ പറയുകയാണ്, മോളെ, അപ്പനും അമ്മയും സഹോദരങ്ങളും ഒരുമിച്ച് വസിക്കുന്ന ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അപ്പനും അമ്മയുമുള്ള മക്കളാണ് കത്തോലിക്ക സഭയിലെ മക്കൾ. അപ്പന്റെ സ്വത്തിന്റെ വീതം കിട്ടുമെന്നോർത്തുള്ള മക്കളുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. അപ്പന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ ജീവിച്ച പാരമ്പര്യമാണ് ഇന്നുവരെയും ഇവിടെയുള്ളത്. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും അപ്പനെയും പരിശുദ്ധ അമ്മയെയും സ്വീകരിക്കണം. എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, വിശുദ്ധന്മാർ, ഇവരെല്ലാം എന്റെ സഹോദരങ്ങളാണ്. ഇവര് എങ്ങനെയൊക്കെ ജീവിക്കാമെന്നും ഇങ്ങോട്ടുള്ള വഴിയെല്ലാം നിന്നെ കാണിച്ചിട്ട് മാതൃകയായി നിന്റെ മുൻപിൽ ജീവിച്ചതാണ്. അവർ എന്നും നിനക്ക് പ്രിയപ്പെട്ടവരായിരിക്കണം. അവരുടെയൊക്കെ കൂടെയാണ് നീയും തിരുസഭയിൽ ജീവിക്കുന്നത്. അവരെല്ലാവരും നിന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊരു ബലി നീ എല്ലാ ദിവസവും അർപ്പിക്കണം. ഞാൻ ചോദിച്ചു, ഈശോയെ, ഇതുവരെയുള്ള ബലിയൊക്കെ എന്തായിത്തീർന്നു? എനിക്കിതൊന്നും അറിയുകയില്ലായിരുന്നല്ലോ. ഈശോ പറഞ്ഞു, മോളെ, അജ്ഞതയുടെ കാലങ്ങൾ ദൈവം കണക്കിലെടുക്കുകയില്ലെന്ന് എഴുതിയിട്ടില്ലേ? ബലിയർപ്പിക്കാൻ എല്ലാ ദിവസവും വരാൻ ശ്രമിക്കുക. കഴിഞ്ഞ കാലത്ത് പറ്റിയ തെറ്റുകൾക്കൊക്കെ ഈശോയോട് ക്ഷമ ചോദിച്ചാൽ മാത്രം മതി. ഇനിയുള്ള ബലികൾ ഇങ്ങനെയായിരിക്കണം നീ അർപ്പിക്കേണ്ടത്. 2 ബലി. ഇപ്പോൾ നീ ആദ്യം ബലി അർപ്പിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ബലി ഞാൻ പറയുന്ന കാര്യത്തിനു വേണ്ടി കാഴ്ചവയ്ക്കുക. വൈദികർക്കു വേണ്ടി മാത്രമായിരിക്കണം ആ ബലി. എന്നാൽ രണ്ടാമത്തെ ബലി നിനക്ക് ഇഷ്ടമുള്ള കാര്യത്തിനു വേണ്ടി കാഴ്ചവച്ചു. ഇക്കാര്യങ്ങളിപ്പോൾ ആരോടും പറയണ്ട. ഞാൻ ആരോടും പറയാതിരുന്ന് ആദ്യത്തെ ബലി വൈദികർക്കു വേണ്ടി മാത്രം അർപ്പിച്ചു. രണ്ടാമത്തെ ബലി അർപ്പിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, മാനസാന്തരപ്പെടാതെ ഹിന്ദുമത വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന എന്റെ അപ്പച്ചനെ കാഴ്ചവസ്തുവായി കൊണ്ടുവരാം. അപ്പച്ചന്റെ മാനസാന്തരത്തേക്കാൾ വലുതായി ഒന്നും എനിക്ക് അന്നാളിൽ തോന്നിയിരുന്നില്ല. അതുകൊണ്ട് അപ്പച്ചനെ കാഴ്ചവസ്തുവായി എടുത്തുകൊണ്ടുപോയി. വേറൊന്നും എടുത്തില്ല. കുർബാനയുടെ മുഴുവൻ സമയവും പിതാവേ, ഈ ബലി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം 2 ബലിയർപ്പിക്കാൻ പറ്റി. അന്നും അപ്പച്ചനെ ബലിവസ്തുവായി എടുത്തുകൊണ്ടുപോയി ബലിയർപ്പിച്ചു. എന്നാലാവും വിധം പ്രാർത്ഥിക്കുകയും ചെറിയ ത്യാഗങ്ങളൊക്കെയും ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം എന്റെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോളെ, ഞാനൊരു ധ്യാനത്തിന് പോവുകയാണ്. ധ്യാനം കഴിഞ്ഞ് മടങ്ങി വന്ന ഉടനെ എന്നോട് പറഞ്ഞു, യേശുക്രിസ്തു ദൈവമാണെന്ന് എനിക്കു മനസ്സിലായി. ഞാൻ മാമോദീസ മുങ്ങുവാൻ പോവുകയാണ്. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ മാമോദീസായും കഴിഞ്ഞു, സ്ഥൈര്യലേപനവും കഴിഞ്ഞു. അപ്പോൾ ഈശോ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു, മോളെ, ഞാൻ പറഞ്ഞതുപോലെ ബലിയർപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കു മനസ്സിലായോ? അനുഗ്രഹിക്കുന്ന കരങ്ങൾ നിന്റെ ശിരസിന് മുകളിലിരിപ്പുണ്ട്. പക്ഷേ അത് സ്വീകരിക്കാനുള്ള വിഷമം നിനക്കുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കാനും ആ കരങ്ങൾ നിന്റെ ശിരസിന് മുകളിലേക്ക് വയ്ക്കാനുമായിട്ട് കർത്താവിനെ പ്രേരിപ്പിക്കാനുള്ള മടികൊണ്ട്, ആ ജീവിതം നയിക്കാനുള്ള മടികൊണ്ട് ഇപ്പോഴും നീ അനുഗ്രഹിക്കുന്ന കരങ്ങൾക്ക് താഴെ വീണ് കിടക്കുകയാണ്. മന്ന ബലിപീഠത്തിൽ പൊഴിഞ്ഞു കിടക്കുകയാണ്. മന്ന പൊഴിഞ്ഞത് മോശയ്ക്കു വേണ്ടി മാത്രമല്ല, ദൈവജനത്തിന് മുഴുവനും വേണ്ടിയാണ്. ഓരോരുത്തരുടെയും ആവശ്യത്തിനുള്ളത് പൊഴിയുന്നുണ്ട്. പക്ഷേ കുനിഞ്ഞ് പെറുക്കിയെടുക്കുവാനുള്ള മടികൊണ്ട് വല്ലവരും പെറുക്കിയതിന്റെ ഒരു കഷണം ചോദിച്ചോണ്ട് നടക്കുകയാണ്. നിന്റെ യേശുവിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടെന്ന് നീ അറിയുക. നിനക്കു സഹിക്കാൻ വയ്യാത്ത എന്തു കാര്യമുണ്ടായാലും ഓർക്കുക, നിനക്കുവേണ്ടി സഹിച്ച കർത്താവ് സ്വർഗത്തിലില്ലേ? ഈശോ നിന്റെ സ്വർഗീയ നിക്ഷേപമായി തീരണം. ഈശോയെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നീ എനിക്കുവേണ്ടി സഹിച്ച ഈ നിക്ഷേപത്തിൽ നിന്ന് എന്നെ സഹായിക്കണമേ എന്ന് നീ ഈശോയോട് പറയണം. ഈശോയെ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നീ ഞങ്ങൾക്കു വേണ്ടി ക്ഷമിച്ച ആ സ്വർഗീയ നിക്ഷേപത്തിൽ നിന്ന് ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ഈശോയുടെ സ്വർഗീയ നിക്ഷേപത്തിൽ നിന്ന് ചോദിച്ചുകൊണ്ട് നീ അവനോട് ചേർന്നു നിൽക്കുക. ദൈവജനത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.